ഗൈസ് അപ്പോൾ നമ്മുടെ സീലിംഗ് ആയിട്ടായി കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ചെറിയ എന്താ ഈ വീടിൻ്റെ പണി തീരുന്നില്ലെന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, തീർന്നിട്ടില്ല, ഇനി ഒത്തിരി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്, കാരണം പൈസ കിട്ടുന്നതനുസരിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പൈസ കിട്ടിയാൽ സീൽ ചെയ്തേക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, നല്ല ഡസ്റ്റാണ് ഈ ഓടിൻ്റെ പുറത്തുനിന്ന്, നല്ല പൊടി വീഴുമായിരുന്നു. അതെനിക്ക് ഓൾറെഡി അലർജി ഉണ്ടാക്കും. അതല്ലാതെ തന്നെ ഇതിൻ്റെ പൊടിയും കൂടി അടിച്ചിട്ട് ഇപ്പം നല്ല സീനായിട്ടാണ് തോന്നുന്നത്. കാരണം നല്ല തുമ്മലൊക്കെ ഉണ്ട്, പിന്നെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. എനിക്ക് ഈ വോയിസ് തന്നെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല, ആ ഒരു കണ്ടിന്യൂഷൻ പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു. ആദ്യമേ കണ്ണൻ ഒറ്റയ്ക്ക് സീൽ ചെയ്യാൻ തുടങ്ങി, അതിന് ശേഷം ശംഖു വന്ന് രണ്ടും കൊണ്ട് തീരില്ല എന്ന് മനസ്സിലായി. പിന്നെ സാഹസികരമായിട്ടൊക്കെ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ, അപ്പുറത്തെ സൈഡിൽ തട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ സ്കാഫോൾഡും കാര്യമൊക്കെ എടുത്ത് പിന്നെ ഫ്രണ്ടിനെ വിളിച്ചു. അങ്ങനെ അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ശംഖു ഒറ്റക്കാട്ടോ പെയിൻ്റ് അടിച്ചത്, കാരണം നന്നായിട്ട് പെയിൻ്റ് അടിക്കാൻ അവനറിയാം. പിന്നെ ഒരു ദിവസത്തിൻ്റെ പകുതിയേ എടുത്തുള്ളൂ ഇത്ര സീലിങ്ങൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ 1 കോട്ടേ അടിച്ചുള്ളൂ. അതിന് ശേഷം കുറച്ച് സമയം കൂടി എടുത്തുകൊണ്ട് ബാക്കി ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനിയും വീട്ടിൽ ഒത്തിരി പണി ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ പൈസ കിട്ടുന്നതനുസരിച്ച് നമുക്ക് വഴിയേ കാണാം.